ചോട്ടാ മുംബൈ ആണ് തരംഗം. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകളെ വെച്ച് നോക്കിയാൽ പുതിയ സിനിമകളെക്കാൾ കൂടുതൽ സീറ്റ് ബുക്ക് ചെയ്യുന്നത് ചോട്ടാ മുംബൈക്ക്. ഷോ കുറവാണെങ്കിലും ഒരു റീ റിലീസ് പടം. 18 വർഷം മുമ്പ് അൻവർ റഷീദ് ലാലേട്ടൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ബെന്നി പി നായരമ്പലത്തിന്റെ തിരക്കഥയിൽ ഇറങ്ങിയ ചോട്ടാ മുംബൈ അടിപൊളി സിനിമയായിരുന്നു. അന്ന് തന്നെ എല്ലാവരും എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. അത് റീ റിലീസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഗംഭീര പ്രകടനമാണ് തിയേറ്ററിൽ കുലുക്കം എന്നൊക്കെ പറയുന്നത് ഈ രീതിയിലാണ്. മാത്രമല്ല സീറ്റിൽ നിന്ന് ലാലേട്ടൻ്റെ ആ ചെട്ടിക്കുളങ്ങര ഡാൻസിനൊക്കെ സീറ്റിൽ ആളുകളില്ല. ഒരാൾ കവിതാ തിയേറ്ററിലെ ഓണർ പറഞ്ഞത് ബാൽക്കണി ഇരുന്നവരൊക്കെ താഴെ വന്ന് ആടി തിമിർക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫാൻ ബോയ്സ് ഉള്ള അല്ലെങ്കിൽ ഫാൻ ബേസ് ഉള്ള ഒരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ വരേണ്ടെന്ന് സംശയിക്കേണ്ടി വരും. റീ റിലീസിന് വിജയ്ക്കൊന്നും കിട്ടാത്ത വലിയൊരു ഹൈപ്പാണ് ലാലേട്ടന് മാത്രം കിട്ടുന്നത്. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 4 സിനിമകൾ ഇറങ്ങി 4നും റീ റിലീസിന് പോലും ആളുകളുടെ തിരക്ക്.